ഈ വരച്ചു വെച്ചേക്കുന്നത്? ഇവിടെ എന്തോ ഇത്രയും വളവ്? പോയി മാറ്റി വരച്ചോണ്ട് വാ. ടീച്ചറെ പടത്തിലും അത്രയും വളവുണ്ട്. എടാ നീ എന്നെ പഠിപ്പിക്കാൻ പറഞ്ഞ കേട്ടോ. പോയി മാറ്റി വരച്ചോണ്ട് വരാൻ പറഞ്ഞ് മാറ്റി വരച്ചോണ്ട് വന്നാ മതി കേട്ടാ. ടീച്ചർ ഇതിപ്പോ 4ാമത്തെ തവണയാണ് മാറ്റി വരച്ചോണ്ട് വരുന്നത്. ഇനി മായ്ച്ചിട്ട് വരയ്ക്കുവാൻ ആ പേപ്പർ കീറിപ്പോവും. കീറിപ്പോവാതെ പുതിയ റെക്കോർഡ് മേടിച്ചത് മൊത്തം ആദ്യം തൊട്ട് വരച്ചോണ്ട് വരേണ്ടി വരും. പറഞ്ഞേ എടുത്തോണ്ട് പോടാ. നോക്കിയിരുന്നു ഇപ്പൊ വരയ്ക്കാൻ. എന്തുവാടാ വെറുതെ പോകുന്നത്? എന്റെ പൊന്ന് സാറെ, ഒരു പടം 4ാമത്തെ തവണ ഇപ്പൊ വരച്ചോണ്ട് കൊടുക്കുന്നത്. എന്നിട്ടും പറയാം വളവുണ്ട് തിരിവുണ്ടെന്ന് പറഞ്ഞ് മാറ്റി വരച്ചോണ്ട് വരാൻ. എന്നെ കൊണ്ടൊന്നും വയ്യ. ഒന്നുകൂടെ നേരെ വരച്ചോണ്ട് കൊടുക്കടാ. എന്റെ പൊന്ന് സാറെ, ക്ലാസ്സിലെ 4 പേർക്ക് ഞാനാ പടം വരച്ചു കൊടുത്തത്. അവർക്കെല്ലാം ഒപ്പ് കിട്ടി. എന്നെ മാത്രം ഇങ്ങനെ വട്ടം കറക്കുവോ? എന്തോ നിന്നെ മാത്രം ഇങ്ങനെ വട്ടം കറക്കേണ്ട കാര്യം? എന്റെ പൊന്ന് സാറെ, കഴിഞ്ഞ ദിവസം ടീച്ചർ എന്നെ വെറുതെ തല്ലി. അത് ഞാൻ ടീച്ചറോട് ദേഷ്യപ്പെട്ടു. അതിന്റെ കാണിക്കുന്നത്. ഇനി ഞാൻ ഇത് പ്രിന്റ് എടുത്തോണ്ട് കൊണ്ട് കൊടുത്താലും പറയും വേറെ പ്രിന്റ് എടുത്തോണ്ട് വരാൻ. എനിക്കിനി വയ്യ. ഓ, ഞാൻ ബുക്കിംഗ് എടുത്തേ. നീ ക്ലാസ്സിൽ പോയിക്കോ. ഓ ടീച്ചറിന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ മോഡൽ പരീക്ഷ കിട്ടിയ മാർക്ക് അവരുടെ പേര് ഒരു പേപ്പറിൽ എഴുതിയിട്ട് PT സാറിനെ കൊടുക്കണം. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ടീച്ചറിന്റെ ക്ലാസ്സില്ലയോ? അപ്പൊ ഞാൻ PT സാറിനെ വായിച്ചോളാം കേട്ടോ. ശരി സാറേ. സാറേ, അതാണ് എന്റെ ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ്. പ്രിൻസിപ്പൾ പറഞ്ഞത് സാറിന്റെ തരാൻ. ടീച്ചറെ, ഇത് എത്ര എഴുതിയേക്കുന്നത്? 5ആണോ 8ആണോ? അത് 5. പക്ഷെ 8ആയിട്ടാണല്ലോ എഴുതിയേക്കുന്നത്. അയ്യോ, തെറ്റിപ്പോയതാ. 8ആയിരുന്നു ആദ്യം എഴുതി, പക്ഷെ 5ആയിരുന്നു. അത് തിരുത്തിയിട്ടുണ്ടല്ലോ. അയ്യോ, അങ്ങനെ തിരുത്തൊന്നും പറ്റത്തില്ല. എല്ലാം ക്ലിയർ ആയിരിക്കണം. ടീച്ചർ ഒന്നുകൂടെ എഴുതിക്കൊണ്ടു. ഓ സാറേ, അതാണ്ടേ ഒരു തെറ്റുമില്ല. അല്ല ടീച്ചർ, ഇത് എന്ത് എഴുതി? കുട്ടികളുടെ പേരാണോ? ഇതാർക്കും വായിക്കണ്ടായോ? അല്ല സാറേ, അത് വായിക്കാൻ പറ്റുമല്ലോ. ടീച്ചറിന് വായിക്കാൻ പറ്റുമായിരിക്കും, ബാക്കിയുള്ളവർക്ക് വായിക്കണ്ടായോ? ടീച്ചറെ പോയി ഒന്നുകൂടെ ഉരുണ്ട കൈശെടുത്ത് എഴുതിക്കൊണ്ട് വന്നേ. സാറേ, ഉരുണ്ട കയ്യക്ഷരത്തെ തെറ്റൊന്നും കൂടാതെ എഴുതിക്കൊണ്ട് വന്നു. നല്ല ഉരുണ്ട കയ്യക്ഷരം. തെറ്റൊന്നുമില്ല. ടീച്ചർ, ഈ വര എന്തോ ഇങ്ങനെ വളഞ്ഞു പോയേക്കുന്നത്? അയ്യോ സാറേ, ഞാൻ സ്കെയിൽ വെച്ച് വരച്ചപ്പോ കൈ അറിയാൻ തെറ്റിയതാ. അങ്ങനെ വളഞ്ഞു പോയതാ. അങ്ങനെ വളയാൻ പാടില്ല. ടീച്ചർ ഒന്നുകൂടെ എഴുതിക്കൊണ്ടു വാ. സാറേ, അതങ്ങ് ക്ഷമിച്ചേരെ. ചെറിയൊരു വളവില്ലയോ? ക്ഷമിക്കാം. പക്ഷേ ഈ വളവ് ടീച്ചറും ക്ഷമിക്കണം. നോക്കണ്ട, അരവിന്ദന്റെ റെക്കോർഡാ ടീച്ചർ വളവാന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കാത്ത. ഇതിനകത്ത് ഒപ്പിട്ട് കൊടുത്താ ഇത് ഞാൻ ക്ഷമിക്കാം. എന്താ? അല്ലേ പിന്നെ പോയി ഒന്നുകൂടെ എഴുതിക്കൊണ്ടു വാ. ഒപ്പിട്ടേക്കാം. പിന്നെ ടീച്ചറെ, ഈ മാർക്ക് ലിസ്റ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒപ്പ് കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയതാ ഇത്. ഏത്? ഇത്. അത്